ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും 48 വർഷങ്ങൾ പാലയൂരിലെ തിരുനാൾ സദ്യവട്ടങ്ങളുമായി ഗുരുവായൂർ നാരായണൻ നായർ. ചാവക്കാട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലയൂർ മഹാതീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിനും ദുക്രാന ഊട്ടുതിരുനാളിനും സ്നേഹത്തിന്റെയും ഭക്തിയുടെയും രുചിക്കൂട്ടുമായി ഗുരുവായൂർ OK നാരായണൻ നായർ ഈ വർഷവും ചരിത്രം ആവർത്തിക്കുന്നു. തുടർച്ചയായി 48-ാം വർഷമാണ് അദ്ദേഹം പാലയൂർ പള്ളിയിലെ സദ്യവട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 1978-ൽ കേവലം ഒരു ചാക്കരിയുടെ സദ്യയൊരുക്കിക്കൊണ്ടാണ് നാരായണൻ നായർ പാലയൂരിൽ തന്റെ സേവനം ആരംഭിച്ചത്. പിന്നീട് 1993-ൽ ദുക്രാന ഊട്ടുതിരുനാൾ ആരംഭിച്ചപ്പോൾ 1000 പേർക്കായിരുന്നു ആദ്യമായി സദ്യയൊരുക്കിയത്. വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ 30,000-ഓളം പേർക്കാണ് നാരായണൻ നായരും സംഘവും വിഭവസമൃദ്ധമായ സദ്യയൊരുക്കുന്നത്. തികഞ്ഞ സംതൃപ്തിയോടെയാണ് താനിത് ചെയ്യുന്നതെന്നും ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാലം പാലയൂർ പള്ളിയിലെ സദ്യവട്ടങ്ങളിൽ സജീവമായി ഉണ്ടാകുമെന്നും നാരായണൻ നായർ പറഞ്ഞു. ഏതായാലും അന്ന് തൊട്ട് ഇന്ന് വരെയ്ക്കും ഈ ഊട്ടിന്റെ പരിപാടികളിലേക്ക് ഇതിനൊരു നേതൃത്വം വഹിക്കാനും ഇതിന്റെ പരിപാടി ചെയ്യുവാനൊക്കെ ഉള്ളൊരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു സമ്മതം എനിക്ക് കിട്ടിയെന്നുള്ളൊരു വലിയൊരു ഭാഗ്യമാണ്. എല്ലാവരുടെയും അംഗീകാരം, ഇടവക്കാരെല്ലാവരും ഒരു അംഗീകാരമാണ് ഇത്രയും കൊല്ലമായിട്ട് ഇത് മുടങ്ങാതെ ചെയ്തു പോകാനുള്ള ഒരു കാരണം എന്നാണ്. അതേപോലെ എന്താ പറയുക, എല്ലാവരുടെയും ഒരു താല്പര്യം കൂടിയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടിയാണ്. ഇത്തവണ 22 തൊഴിലാളികൾ അടങ്ങുന്ന വലിയ സംഘവുമായാണ് അദ്ദേഹം സദ്യയൊരുക്കാൻ എത്തിയത്. പിതാവിന് തുണയായി മകൻ രഞ്ജിത്തും ഒപ്പമുണ്ട്. ബുധനാഴ്ച രാവിലെ മുതൽ തന്നെ സദ്യവട്ടങ്ങളുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാർ, പുളിയിഞ്ചി, പപ്പടം, പായസം, പഴം എന്നിവയടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യയാണ് തിരുനാളിനെത്തുന്ന ഭക്തജനങ്ങൾക്കായി ഇവിടെ ഒരുങ്ങുന്നത്. കേവലം പാലയൂരിൽ മാത്രമല്ല, സദ്യവട്ടങ്ങളിൽ തനതായ കൈപുണ്യം തെളിയിച്ച നാരായണൻ നായർ തൃശൂർ ജില്ലയിലെ നിരവധി പള്ളികളിലെ തിരുനാളുകൾക്കും ക്ഷേത്രങ്ങളിലെ പ്രസാദ ഊട്ടുകൾക്കും സദ്യയൊരുക്കി ജനശ്രദ്ധ നേടിയ വ്യക്തിത്വമാണ്. ഈ രംഗത്ത് ഉദാത്തമായ മാതൃകയായി മാറിയ ഈ 70-കാരൻ ഇന്നും അതേ ചുറുചുറുക്കോടെ സദ്യവട്ടങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു.